പഠിക്കുന്ന കുട്ടികൾക്ക് എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. കാരണം എന്നിലൂടെ അതും കടന്നുപോയി എന്നുള്ളതാണ്. എന്നെ മറക്കില്ല എന്ന് പറയുന്ന ആ കേൾക്കുമ്പോൾ തന്നെ എനിക്കതൊരു വലിയ സന്തോഷമാണ്. ഡു യു ലൈക്ക് ഡാൻസിങ് വിത്ത് സ്റ്റുഡൻസ് ഓഫ് ന്യൂ ജനറേഷൻ? എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ വളർച്ച തന്നെയാണ്. ടീച്ചറിൻ്റെ സ്നേഹം അതേ ടീച്ചറിന് തരാനുള്ളൂ. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ്, പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് അതാണ് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് മാറുന്നത്. അവരോടുള്ള സ്നേഹവും അവർക്ക് എന്നോടുള്ള സ്നേഹവും ശരിക്കും അത് എൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും അത് മായില്ല. കുഞ്ഞുങ്ങൾ ചോദിച്ച ഓരോ ചോദ്യങ്ങളും ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളോട് ആൻസർ പറഞ്ഞത്. ശരിക്കും ഭയങ്കര സന്തോഷം. എന്താണിത്? ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാം ഒരു ക്വസ്റ്റ്യൻ എടുക്കട്ടെ. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം കേട്ടോ. മാം, മേ ഐ നോ ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ് ആൻഡ് എനർജി ലെവൽ? എന്താണ് ടീച്ചറിൻ്റെ സക്സസിനും എനർജി ലെവലിൻ്റെയും സീക്രട്ട് എന്താണെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. എന്താണ് അത്? നിങ്ങൾ തന്നെയാണ്, എൻ്റെ കുട്ടികൾ തന്നെയാണ്. തീർത്തും എൻ്റെ കുട്ടികൾ തന്നെയാണ്. എൻ്റെ എനർജി ലെവൽ എപ്പോഴും ബൂസ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ കുട്ടികൾ തന്നെയാണ്. അത് അതിനപ്പുറം വേറെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ എനർജിയെക്കുറിച്ച് അറിയുന്നത്. മനസ്സിലായില്ലേ? അപ്പം തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളും എൻ്റെ അധ്യാപകരും എൻ്റെ സ്കൂളും തന്നെയാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഈ സക്സസ്സിനും ഈ എനർജി ലെവൽ എനിക്ക് കീപ്പ് ചെയ്യാനും പറ്റുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഹരിവും എനിക്ക് ശരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുട്ടികൾക്ക് എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ അതിൽ ഭയങ്കര ആങ്ഷ്യസ് ആണ്. കാരണം അവർ എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാനതിന് കുഞ്ഞുങ്ങൾക്ക് ആൻസർ കൊടുക്കണം. എന്തായാലും നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങളും എന്തൊക്കെയാണ് അവർ എന്നോട് ചോദിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്ത് പറയുന്നു? ഓക്കെ, ശരി. What is one of your favorite memories from being our principal? ഫേവറേറ്റ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ എനിക്കൊരുപാട് മെമ്മറീസൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒത്തിരി കാരണം നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയതിന് ശേഷവും നമ്മളോടൊപ്പം വരാനും അല്ലെങ്കിൽ നമ്മളോടൊത്ത് ചേർന്ന് നിൽക്കാനും ഒക്കെയുള്ള ഒരു സന്ദർഭം. ശരിക്കും അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്ന കാര്യങ്ങളേ അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ US ഉള്ള ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക്. അവർ ചില സന്ദർഭങ്ങളിലെങ്കിലും വാട്സാപ്പിലൂടെ മെസ്സേജ് ഇടും, ടീച്ചർ സുഖമാണോ, ടീച്ചർ എങ്ങനെയുണ്ട്. അപ്പം ഈ ഒരു ചോദ്യം ശരിക്കും നമ്മളെ ഒരുപാട് നമുക്കൊരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും രണ്ടുമല്ല. കാരണം കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഈ ഒരു സ്കൂളിൽ തന്നെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്, ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കത്തക്ക മെമ്മറീസ് എന്ന് പറഞ്ഞാൽ അത് ഒന്നും രണ്ടുമല്ല, ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് എന്നാലും അതിൽ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് വളരെ നന്നായിട്ട് ഓർക്കാൻ പറ്റുന്നൊരു കാര്യം, എൻ്റെ ഈ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കരിയറിൽ ഞങ്ങളുടെ 50-ാം വാർഷികം, അതായത് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിൻ്റെ 50-ാം വാർഷികം 2018-19 വർഷങ്ങളിൽ ഞങ്ങൾക്കത് ആഘോഷിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ അതിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. കാരണം എന്നിലൂടെ അതും കടന്നുപോയി എന്നുള്ളതാണ്. അതിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷന് ഞങ്ങളുടെ സ്വാമിജി തേജോമയന്തജി അദ്ദേഹമാണ് ഇനോഗ്രൽ ഫംഗ്ഷന് ഇനോഗ്രേഷൻ നടത്തിയത്. അതുപോലെ അത് ടാഗോർ തിയേറ്ററിലായിരുന്നു. വളരെ വിപുലമായ പരിപാടികളോടും നമ്മുടെ ഒരുപാട് അധ്യാപകരും അതിൽ പങ്കെടുത്തിട്ട് വളരെ നല്ല രീതിയിൽ നടന്നു. അതിനെനിക്ക് എല്ലാ കുട്ടികളും എൻ്റെ പഴയ, അതായത് ഞാൻ ആദ്യകാലം തുടക്കം മുതലുണ്ടായിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അലുമിനായി അവരെല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ശരിക്കും പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അതിൻ്റെ വാലിഡിറ്റി ഫംഗ്ഷൻ സെനറ്റ് ഹാളിൽ ഞങ്ങൾ നടത്തിയത്. അതിന് ഞങ്ങളുടെ ഉദ്ഘാടകനായിട്ട് വന്നത് മുഖ്യ സ്വാമിജി സ്വാമി സ്വരൂപാനന്ദജിയാണ്.
പക്ഷെ ഇത് രണ്ടും ഇതിനൊക്കെയും എൻ്റെ കുട്ടികൾ തന്നെയാണ് എന്നോടൊപ്പം നിന്ന് പല കാര്യങ്ങളും ചെയ്തത്. ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്ന് തന്നെയാണ്. ശരിക്കും അവരുടെ സപ്പോർട്ടെന്ന് പറയുന്നത് എനിക്കതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു 50-ാം വാർഷികവും ഈ സ്കൂളിൻ്റെ 50-ാം വാർഷികവും 1969 ഈ സ്കൂൾ തുടങ്ങിയത്. അതിൻ്റെ 50-ാം വാർഷികത്തിലും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്ക് അതുപോലെ എന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ളൊരു കാര്യവും എൻ്റെ മനസ്സിലെന്നും നിൽക്കുന്ന ഒരു മെമ്മറി തന്നെയാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മജീഷ്യൻ അനന്തുവിൻ്റെ എന്താ പറയുന്നത്, അനന്തു മെൻ്റലിസ്റ്റായിട്ട് ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ കടന്നു വരുന്നതും ഞങ്ങളോടൊപ്പം എല്ലാവരോടൊപ്പം നടന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞും ഞങ്ങളോടൊപ്പം ഒത്തിരി സമയം ചെലവഴിച്ചതും അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് എന്നോട് അടുത്തതായിട്ട് അവർക്ക് ചോദിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. Ma'am, thank you for leading us. We will never forget you. Which teacher or student changed your perspective the most and how did they do it? ഈ ഒരു ചോദ്യം എന്തായാലും ആദ്യം എനിക്ക് എന്താ പറയുന്നത്, ടീച്ചറിനെ നിങ്ങൾ എന്നെ മറക്കില്ല എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ എനിക്കതൊരു വലിയ സന്തോഷമാണ്. കാരണം അത്രമാത്രം ഞാൻ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതിന് എന്താ പറയുന്നത്, എനിക്ക് ഒരുപാട് നന്ദി നിങ്ങളോട്. ആദ്യ സമയങ്ങളിൽ ഞാനൊരു ടീച്ചറായിരുന്ന സമയത്ത് എനിക്ക് നന്നായി പറയാൻ കഴിയും. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കുട്ടികളെയൊക്കെ ശരിക്കും ഒരുപാട് പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഏറെ ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് മാറേണ്ടി വന്നു. അതൊരു പ്രത്യേകിച്ച് ഒരു ടീച്ചറെന്നോ ഒരു കുട്ടിയെന്നോ എനിക്കതിൽ പറയാൻ പറ്റില്ല. പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മൾക്ക് കുട്ടികളോടുള്ള സമീപനവും അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടുള്ള സമീപനവും നമുക്ക് ഒരുപാട് മാറേണ്ടി വന്നിട്ടുണ്ട്. മറ്റുള്ളവരിലും അത് ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് ആൻസറായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഡു യു ലൈക്ക് ഡാൻസിങ് വിത്ത് സ്റ്റുഡൻസ് ഓഫ് ന്യൂ ജനറേഷൻ? എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യം വരാൻ കാരണം ഞാൻ ഞങ്ങളുടെ അധ്യാപകരോടൊപ്പമുള്ള സമയത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ 1-2 ഫംഗ്ഷൻ്റെ സമയത്തും കുട്ടികൾ എന്നെ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് അവരോടൊപ്പം 1-2 സ്റ്റെപ്പ് ഇട്ടു. അതായിരിക്കണം ടീച്ചർ ഡാൻസിൽ. ടീച്ചർ ഒരിക്കലും എന്താ പറയുന്നത്, ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. പക്ഷേ എനിക്ക് പാടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. പാടാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പാടുമായിരുന്നു. പിന്നെ സ്കൂളിൽ ഒക്കെ ഞാൻ പാട്ടിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കഴിവല്ലാതെ പുതിയൊരു ജനറേഷനോടൊപ്പം ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം ഞാൻ നിൽക്കും, 1-2 സ്റ്റെപ്പ് ഇടും എന്നുള്ളതല്ലാതെ എനിക്ക് ഡാൻസ് എന്ന് പറയുന്നതിനോട് എനിക്ക് ആ ഒരു കഴിവില്ല എന്നുള്ളത് തീർത്തും ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയേണ്ടി വരും. അത് ടീച്ചർ പറയുന്നതിൽ ആർക്കും ഒരു വിഷമം തോന്നരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഡിയർ മാം, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ടു കീപ് ദ സ്പിരിറ്റ് ഓഫ് എ സ്കൂൾ അലൈവ് ഇൻ കമ്മിങ് ഇയേഴ്സ്? ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ യു ആർ ഓൾ ദ പാർട്ട് ഓഫ് ചിന്മയ വിദ്യാലയ. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ശരിക്കും ചിന്മയ സ്റ്റുഡൻ്റ് ആയിരിക്കണം. ടീച്ചേഴ്സിനോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ള കാര്യം എപ്പോഴും വി ഷുഡ് കീപ് ദ കൾച്ചർ ഓഫ് ചിന്മയ വിദ്യാലയ. ടീച്ചേഴ്സ് തരുന്ന വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സബ്ജക്റ്റിലൂടെ ആയാലും ഏതിലൂടെ ആയാലും നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ സ്കൂളിൽ നടത്താറുണ്ട്. അപ്പം അതിലൊക്കെ എന്താണോ നമ്മുടെ അധ്യാപകർ നിങ്ങൾക്ക് തരുന്നത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതിലൂടെ നിങ്ങൾ ടീച്ചേഴ്സായാലും കുട്ടികളായാലും നല്ലൊരു സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറെന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്താണ് ടീച്ചറെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ കുട്ടികളെ ടീച്ചേഴ്സ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. അതുപോലെ കുട്ടികളും ടീച്ചേഴ്സിനെ സ്നേഹിക്കുക. അതുപോലെ നിങ്ങളുടെ അമ്മമാരായി കണ്ട് എല്ലാ കാര്യങ്ങളും പറയാനും മനസ്സ് തുറക്കാനും നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് ടീച്ചറിന് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം.
ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ 30 years, വാട്ട് ഈസ് വൺ തിങ് അബൌട്ട് ദ സ്കൂൾ ദാറ്റ് സ്റ്റിൽ സർപ്രൈസസ് യു? ഇത് പത്മദേവ് VS ഫ്രം 2nd സ്റ്റാൻഡേർഡ്. ആ കുഞ്ഞിൻ്റെ ചോദ്യമാണ്. എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ വളർച്ച തന്നെയാണ്. ഈ ഒരുപാട് ലിമിറ്റേഷൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയും തന്നെയാണ് എന്നെ, കാരണം ഞാൻ അന്ന് വന്ന സ്കൂളും ഞാൻ ഇന്ന് നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഉള്ള മാറ്റങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിൽ എന്താ പറയുന്ന സ്മാർട്ട് ക്ലാസ് ആയാലും ഒരുപാട്, അതായത് ആ ഒരു ന്യൂ ജെന്നിനനുസരിച്ച് കുറേയെങ്കിലും നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് മാറാൻ കഴിഞ്ഞത് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ സന്തോഷമുണ്ട്. അതാണ് എനിക്ക് പത്മദേവിനോട് പറയാനുള്ളത്. ഇതൊരു ചോദ്യം കേട്ടാൽ, ഇഫ് സ്റ്റുഡൻസ് ബിഹേവ് പെർഫെക്റ്റ്ലി ഫോർ 1 day, വാട്ട് വിൽ യു ഡു? എന്നോടുള്ളൊരു ചോദ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു, കാരണം എന്തെങ്കിലുമൊക്കെ കാര്യം കുസൃത്തരങ്ങൾ കാണിക്കുമ്പോൾ ടീച്ചർ ശാസിക്കാറുണ്ട്. അതറിഞ്ഞിട്ടാണോ ഇതാരാണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ സ്റ്റുഡൻസ് ബിഹേവ് പെർഫെക്റ്റ്ലി ഫോർ 1 day, ഈ പെർഫെക്റ്റ്ലി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ആ കുഞ്ഞ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പെർഫെക്റ്റായിട്ട് ബിഹേവ് ചെയ്താലും തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ സ്നേഹം അതേ ടീച്ചറിന് തരാനുള്ളൂ. ടീച്ചറിൻ്റെ സ്നേഹവും ലാളനയും. അതല്ലാതെ ടീച്ചർ എന്താ തരേണ്ടത്? ടീച്ചർ നിങ്ങളെ ചേർത്ത് നിർത്തും എന്നുള്ളതേ ടീച്ചറിനെ പറയാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു റിവാർഡൊന്നും തരാനില്ല. അങ്ങനെ ആയിരിക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾ. കാരണം ഇങ്ങനൊരു ചോദ്യവും നല്ലൊരു രസകരമായ ഒരു ചോദ്യമാണ്. എന്ത് ടീച്ചർ പെർഫെക്റ്റായിട്ട് നമ്മൾ ഒരു ദിവസം നിന്നാൽ ടീച്ചർ എന്ത് തരും? ടീച്ചറിന് ഒത്തിരി സന്തോഷമാവും. കുറച്ചുകൂടെ കൂടുതൽ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടെ സ്നേഹം കൂടുതൽ തരും എന്നുള്ളതാണ്. ഇഫ് യു കുഡ് ഗീവ് എ പീസ് ഓഫ് അഡ്വൈസ് ടു ദ ന്യൂ ജനറേഷൻ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, വാട്ട് വുഡ് ഇറ്റ് ബി? അത് ചോദിച്ചിരിക്കുന്നത് പ്രമോദാണ്, സുധീൻ പ്രമോദാണ്, 6Bയിൽ. പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുമ്പോഴും ഞാൻ വേറൊന്നുമല്ല. പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ ബി എ ഗുഡ് സ്റ്റുഡൻറ്റ്, അത് തന്നെയാണ്. ബി എ ചിന്മയ സ്റ്റുഡൻറ്റ്, വെറെവർ യു ഗോ ബി എ ചിന്മയ സ്റ്റുഡൻറ്റ്, കീപ് ദ കൾച്ചർ ഓഫ് ചിന്മയ വിദ്യാലയ. പിന്നെ ഈ ഒരു ന്യൂ ജനറേഷനും, കാരണം നമുക്കറിയാം എന്തൊക്കെയാണ് ഇന്നത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് അറിയാം. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തൊക്കെയാണ്. ന്യൂജൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അവരോടും പറയാനുള്ളത്, എന്തൊക്കെ മാറ്റങ്ങൾ മാറി മറിഞ്ഞു വന്നാലും you should be a Chinmaya student. Is there a particular class batch that holds a special place in your heart? What makes that batch special? എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന, അതായത് പ്രത്യേകിച്ച് തങ്ങി നിൽക്കുന്ന ഒരു ബാച്ച് എന്ന് ചോദിച്ചാൽ, എല്ലാ കുട്ടികളും ടീച്ചറിൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന കുട്ടികളാണ്. കാരണം എത്ര കുട്ടികളാണ് നമ്മളിലൂടെ കടന്നു പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1995 മുതൽ 2007 വരെ ഞാൻ ടീച്ചറായിരുന്നു. അതിനുശേഷമാണ് പ്രിൻസിപ്പൽ. അപ്പോൾ ടീച്ചറായിരുന്നപ്പോഴുള്ള അനുഭവങ്ങളും പ്രിൻസിപ്പലായിരുന്നുള്ള അനുഭവങ്ങളും വേറിട്ടുള്ളതാണ്, വേറെയാണ്. അത് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ്, പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പം എനിക്ക് എല്ലാ കുട്ടികളും അങ്ങനെ, പ്രത്യേകിച്ച് ഞാൻ ഒരു ബാച്ചിലും ഒരു പ്രത്യേക ബാച്ചിനെ ഞാൻ എല്ലാ കുട്ടികളും എൻ്റെ മനസ്സിൻ്റെ ഇടം നേടിയ കുട്ടികൾ തന്നെയാണ്. കുസൃതിത്തരം കൊണ്ടായാലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടായാലും എല്ലാവർക്കും ടീച്ചറിൻ്റെ മനസ്സിലിടം ഉണ്ട്. ഞാൻ ഓരോരുത്തരെയും എനിക്ക് ഞാൻ കുട്ടികളെ പ്രത്യേകിച്ച് ഞാൻ എല്ലാ കുഞ്ഞുങ്ങളെയും കഴിവതും പേര് ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ എനിക്കതിലൊരു വലിയ സന്തോഷമാണ്. അപ്പം അത് എല്ലാ കുട്ടികൾക്കും അല്ല, എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഒരിടം ഉണ്ട് തീർച്ചയായിട്ടും. ഹൗ ഡസ് ചിന്മയ വിദ്യാലയ ഇൻസ്റ്റിൽ വാല്യൂസ് ആൻഡ് ക്യാരക്ടർ ഇൻ സ്റ്റുഡൻസ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, നമ്മൾ എന്താ ഫോളോ ചെയ്യണം ഇവിടെ? ചിന്മയ വിഷൻ പ്രോഗ്രാം. അത് നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. ചിന്മയ വിഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നത്, എങ്ങനെയാണ് ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക്. കാരണം ശരിക്കും
പഠിപ്പിക്കുന്ന ഓരോ കാര്യത്തിലും ഓരോ സബ്ജക്റ്റിലൂടെയും നിങ്ങൾക്ക് തരുന്ന വാല്യൂസ് അത് ചിന്മയ വിഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് മാറുന്നത്. എല്ലാം ഓരോ ആസ്പെക്റ്റ് എടുത്താലും നമ്മുടെ ചിന്മയ വിഷൻ പ്രോഗ്രാം ബേസ് ചെയ്തുള്ള ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ടീച്ചേഴ്സ് നിങ്ങളിൽ വാല്യൂസ് ഇൻകുൽക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഈ ചോദ്യം എന്നോട് ചോദിച്ചിരിക്കുന്നത് ഈശാനൻ നമ്പൂതിരി സെക്കൻഡ് എ. ഇതാണ് മോനെ. ഓക്കെ, കാരണം വേറൊന്നുമല്ല, നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് അത് നിങ്ങളുടെ ക്യാരക്ടറിൽ പ്രതിഫലിച്ച് കാണുന്നു എന്നുള്ളതാണ് നല്ല ചോദ്യം. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളോട് ആൻസർ പറഞ്ഞു. എന്തായാലും ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉണ്ട്, നമുക്കത് എന്താണെന്ന് നോക്കാം. പ്രണവ് RJ of 4B. പ്രണവ് ചോദിക്കുന്ന ചോദ്യമാണ് ടീച്ചറിനോട്. ഡിയർ പ്രിൻസിപ്പൽ, മേ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. വിച്ച് ഫേസ് comes to your mind as a boosting force whenever you face challenges in your career? ഞാൻ ഈ സ്കൂളിലോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന 2 മുഖങ്ങൾ ലോർഡ് ഗണേശ, നമ്മുടെ ഗണപതി ഭഗവാനും അതുപോലെ ഗുരുദേവനുമാണ്. അവർ തന്നെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്കൊരു ശക്തി പിന്നിൽ നിന്ന്, ശക്തി മാത്രമല്ല അനുഗ്രഹവും, ഗുരുദേവൻ്റെ അനുഗ്രഹവും ഭഗവാന്റെ കൃപാകടാക്ഷവും, ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ റോളിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും അത് ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ഫോഴ്സ് തന്നെയാണ്. അത് ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ബൂസ്റ്റിംഗ് ഫോഴ്സ് തന്നെയാണ്, അതിൻ്റെ ഒരു സക്സസ് ആണ്, അല്ലെങ്കിൽ അത് ആണ് എന്നെ ഇവിടെ വരെ എന്നെ എത്തിച്ചത്. ഈ സന്ദർഭത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ ഈ മാർച്ചിൽ റിട്ടയർ ചെയ്യാൻ പോവാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇതിൽ കൂടുതൽ എനിക്ക് ശരിക്കും ഞാൻ ഒരുപാട് കുട്ടികളുമായിട്ട് എനിക്ക് ഒരുപാട് കോണ്ടാക്റ്റ് എനിക്ക് ഉണ്ട്. അവരോടുള്ള സ്നേഹവും അവർക്ക് എന്നോടുള്ള സ്നേഹവും ശരിക്കും അത് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മായില്ല. അതുകൊണ്ടായിരിക്കണം കുഞ്ഞുങ്ങൾ ചോദിച്ച ഓരോ ചോദ്യങ്ങളും ശരിക്കും എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളോട് ആൻസർ പറഞ്ഞത്. ശരിക്കും ഭയങ്കര സന്തോഷം. ഇത്രയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ. ടീച്ചർ പറഞ്ഞ ആൻസേഴ്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അഥവാ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ടീച്ചർ മാർച്ച് വരെ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ചോദിക്കാം പരസ്പരം. എന്ത് പറയുന്നു? ഓക്കെ, ഹരി ഓം.